ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മുടിയൊക്കെ നല്ല കട്ടിയോടെ കറുത്തിടതൂർന്ന് വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഒരു നാച്ചുറൽ ഹെയർ ഓയിലുമായിട്ടാണ്. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതെന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. പിന്നെ ഇതാണ് ചെറിയ ഉള്ളി ഒരു 5 എണ്ണം ഇതുപോലെ എടുക്കുക. പിന്നെ കണ്ടില്ലേ, നല്ല ഉണങ്ങിയ നെല്ലിക്കയാണ്. നമ്മൾ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയ നെല്ലിക്കയാണ്. പിന്നെ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച നമ്മുടെ ഉലുവയാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയുണ്ട്, കറ്റാർവാഴയുണ്ട്, ചെമ്പരത്തിപ്പൂവുണ്ട്, മുരിങ്ങയിലയുണ്ട്. പിന്നെ കൊടുങ്ങൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവിടെ കണ്ടം സൈഡിലൊക്കെ കിട്ടും കൊടുങ്ങൽ, അതാണിത്. പിന്നെ ഇത് കയ്യോന്നി എന്ന് പറയും, കയ്യോന്നി. അപ്പം ഞങ്ങളുടെ ഇവിടെ കണ്ടത്തിൻ്റെ സൈഡിലാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ ഇതിവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇപ്പം നല്ല വേനൽ സമയം ആയതുകൊണ്ട് ഈ ഒരെണ്ണേ കിട്ടിയുള്ളൂ. പിന്നെ കീഴാർനെല്ലി എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കിട്ടാനുണ്ട്. നല്ല വേനൽ സമയമായതുകൊണ്ട് അതിവിടെ കിട്ടിയില്ല. ഇനി ഇതിൻ്റെ എല്ലാം ഓരോ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു സാധനമാണിത്. എന്ന് വെച്ചാൽ ഭൃംഗരാജ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് ഇതിൻ്റെ മറ്റൊരു പേരാണത്. നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കയ്യോന്നി. അതേപോലെ തന്നെ കൊടങ്ങലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും പിന്നെ സ്കാൽപ്പിൽ മുടി വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്, ഈ കൊടങ്ങൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ കണ്ടം സൈഡിലൊക്കെ നിലത്ത് പടർന്ന് ഇങ്ങനെ കിടക്കുന്ന കാണാം. ദേ ശരിക്കും നോക്കിക്കോ കേട്ടോ. പിന്നെ ഇത് മുരിങ്ങയില എന്താ, നമ്മുടെ മുടിയൊക്കെ നല്ല ഉള്ളോടുകൂടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുരിങ്ങയില. പിന്നെ കറിവേപ്പില, നമ്മുടെ മുടിയൊക്കെ നല്ല കറുത്ത് ഇടതൂർന്ന് വളരാനും അകാല നര അകറ്റാനും എല്ലാം ഈ കറിവേപ്പില ഹെൽപ്പ് ചെയ്യും. പിന്നെ ചെമ്പരത്തിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, മുടി വളർച്ചയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണിത്, ചെമ്പരത്തി പൂവ്. പിന്നെ കറ്റാർവാഴ നമ്മുടെ മുടി ഷൈനി ആയിട്ട് വെക്കാനും ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. സ്കാൽപ്പൊക്കെ നല്ല നറിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിപ്പം കറയൊക്കെ കളഞ്ഞ് ഞാനൊരു അരമണിക്കൂറോളം വെള്ളത്തിൽ ഇങ്ങനെ കുത്തനെ നിർത്തിയേക്കണം. എന്നാലേ ഇതിലെ ഉള്ളിലുള്ള കറയെല്ലാം പോയിട്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഉള്ളിയുടെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണെന്ന് വെച്ചാൽ മുടി വളർച്ചയ്ക്കും ചെറിയ മുടികളൊക്കെ പെട്ടെന്ന് വളർന്ന് വരുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല സാധനമാണിത്. പിന്നെ നെല്ലിക്ക മുടി കറക്കാനും മുടി വളർച്ചയ്ക്കും തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്നതിനുമൊക്കെ ഏറ്റവും നല്ല ഉപകാരപ്രദമായ സാധനമാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഏതെങ്കിലും കിട്ടിയില്ലെങ്കിൽ കൂടെ എന്താ പറയണ്ടേ, ഒന്നും വിഷമിക്കാനില്ല. ഈ ചെമ്പരത്തിപ്പൂവും ഉള്ളിയും കറിവേപ്പിലയും അല്ലെങ്കിൽ കറ്റാർവാഴയൊക്കെ വെച്ച് മാത്രമാണെങ്കിലും നമുക്ക് എണ്ണ കാച്ചാം. ഇപ്പോൾ ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ചതച്ചെടുക്കാൻ പോവുകയാണ്. പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതിൽ നെല്ലിക്ക നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ, നെല്ലിക്ക ഡയറക്റ്റ് എണ്ണയിലോട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ചതച്ചെടുക്കാം. ഈ ഉലുവയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഉലുവയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയതാണ്. ഉലുവയാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ മുടിയെ ഹെൽപ്പ് ചെയ്യുന്നത്. മുടി വളർച്ചയ്ക്കും മുടി തണുപ്പിനും താരം പോകാനും കട്ടിയായിട്ട് തഴച്ച് വളരുന്നതിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഉലുവ. ഇനി നമുക്കിത് ചതച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ച് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പ്രിപ്പറേഷൻസിലേക്ക് നമുക്ക് കിടക്കാം. ഇത് കണ്ടോ, ഈ പാനിലാണ് ഇവിടെ ഞാൻ എണ്ണ പ്രിപ്പയർ ചെയ്യുന്നത്. അടിക്കട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കിട്ടുന്നവർക്കാണേലും നല്ല ഇൻഡാലിയം ചീനച്ചട്ടി കിട്ടുന്നവർക്കാണേലും അതിൽ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇതിന് വെള്ളം പറ്റി വരണം, അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ നമ്മളുടെ ഇൻഗ്രീഡിയൻ്റ് ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുവാണ്. 1/2 കിലോ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള നെല്ലിക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു ചെറിയ മൂപ്പ് വരത്തില്ലേ, ഈ അരപ്പിനാണെങ്കിൽ ചെറിയ മൂപ്പ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീ കിടന്ന് വേണം എണ്ണയിൽ ഇത് കിടന്ന് ഇങ്ങനെ മൂത്ത് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണേ. പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ കച്ചി തന്ന എണ്ണയായിരുന്നു തലയിൽ തേച്ചുകൊണ്ടിരുന്നത്.
ആ സമയത്ത് നമ്മളെ പിടിച്ചിരുത്തി തലയിൽ തേച്ച് തരാനും അത് ആവശ്യമുള്ള പോലെ നമ്മുടെ ഹെയർ കെയർ ചെയ്യാനും ഒക്കെ നമ്മുടെ അമ്മമാരെ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു ബാക്കിയാരും. നമുക്ക് അന്നൊന്നും പക്ഷേ നമ്മുടെ ഹെയറിനെ കുറിച്ചൊന്നും അത്ര കെയറിങ് ഉണ്ടാകത്തില്ല. നമ്മുടെ അമ്മമാർക്കായിരിക്കും നമ്മുടെ മുടി വെട്ടുന്നതിനോടോ ആ ടൈമിൽ കെയർ ഇല്ലാതെ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നത്. പിന്നെ ഹോസ്റ്റൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമുക്ക് എണ്ണ ഇതുപോലെ കിട്ടാനൊക്കെ പാട് വരുന്നതും നമ്മൾ റെഡിമെയ്ഡ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതും ഒക്കെ. ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഏകദേശം ഒരു മീഡിയം ഇതിന് മൂപ്പായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീയിൽ ഒത്തിരി കുറച്ച് വെച്ചിട്ട് വേണം, ആ ചെറിയ തീയിൽ വേണം ഇതിങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ സ്വയം മുടി കെയർ ചെയ്യാൻ പ്രായമായ സമയം തൊട്ട് നമ്മുടെ അമ്മമാരുടെ പൊടിക്കൈകളൊക്കെ കുറഞ്ഞു തുടങ്ങി. നമുക്ക് മുടി കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കണമെന്ന സ്ഥിതിയാണ്. കാരണം നമുക്ക് നല്ല പ്രായമായി. അപ്പോൾ ഇത് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ മുടിക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് തപ്പി കണ്ടുപിടിച്ച് നമ്മൾ തന്നെ വേണം ചെയ്യാൻ. അത്യാവശ്യമൊക്കെ അതായിട്ട് ഇങ്ങനെ അരപ്പ് ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. പരമ്പരാഗതമായിട്ട് നമ്മൾ കാച്ചെണ്ണ യൂസ് ചെയ്യുന്ന ഫാമിലീസൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ആയിരുന്നു. അപ്പം എൻ്റെ അമ്മയാണെങ്കിലും അമ്മയുടെ അമ്മയാണെങ്കിലും ഒക്കെ ഈ ഒരു പാരമ്പര്യമായിട്ട് കാച്ചെണ്ണ ഇപ്പോൾ യൂസ് ചെയ്ത് ഈ ഒരു മെത്തേഡിൽ തന്നെ യൂസ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കി തലയിൽ തേച്ച് മുടി വളർത്തിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം ഇതുപോലെ കാച്ചി നമ്മൾ വീട്ടിൽ നാടൻ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് കാച്ചിയെടുക്കുന്ന എണ്ണയോളം വരത്തില്ല മറ്റും. എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മുടെ വീടിന് ചുറ്റും അവൈലബിൾ ആണെങ്കിലും നമ്മുടെ വേനൽക്കാലം വരുമ്പോഴത്തേക്ക് നമുക്കൊന്നും കിട്ടാനില്ല. നമുക്കിതൊക്കെ കൂടുതലും നമ്മുടെ പരിസരത്തും കണ്ടങ്ങളിലും ഈ കണ്ടത്തിൻ്റെയൊക്കെ സൈഡിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്കറിയാം അത് കിട്ടണമെങ്കിൽ മഴക്കാലം വരണം. ഇത് കണ്ടില്ലേ, എണ്ണയൊക്കെ അത്യാവശ്യം തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മളിതിലിട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം കാൽഭാഗം മൂപ്പായിട്ടുണ്ട്. ഇതിങ്ങനെ നമ്മളിങ്ങനെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ എല്ലാ ഗുണവും പോയി. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മളിത്ര കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ വേണം ഇത് ചെയ്യാനായിട്ട്. ഈ ഓയിൽ നമുക്ക് പ്രായഭേദമന്യേ ആർക്ക് വേണേലും ഉപയോഗിക്കാം കേട്ടോ. പ്രായമുള്ളവരെ പോലെ തന്നെ കൊച്ചു കുട്ടികൾക്കും ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആൺകുട്ടികളുണ്ടല്ലോ, ആണുങ്ങൾക്കും ഉപയോഗിക്കാം കേട്ടോ. മുടി പൊഴിച്ചിലും താരനും എല്ലാ പ്രശ്നങ്ങളും മാറി മുടി നല്ല കട്ടിയുള്ള കറുത്ത മുടിയായിട്ട് വളരും. പ്രായം തെറ്റിയുള്ള നമ്മുടെ നരയുണ്ടല്ലോ അതൊക്കെ കുറഞ്ഞു കിട്ടും. ഇത് കണ്ടോ, മൂത്ത് വരുന്നതിൻ്റെ ഇതാണ്, ചെറിയ പതയായിട്ട് വരുന്നത് കണ്ടോ. ഇതാണ് നമ്മുടെ കണക്ക്. ഈ നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അത് കണ്ടോ, ഏകദേശം നമ്മുടെ റെഡി ആവാറായി വരുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ മൂത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇത് ഈ ഇൻഗ്രീഡിയൻസ് അടിയിലിങ്ങനെ കരിഞ്ഞ് പിടിക്കാതിരിക്കാനും കരിഞ്ഞ് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഈ ഇളക്കി കൊടുക്കുന്നത് നല്ലൊരു പരിപാടി തന്നെയാണ്. ഈ ഒരു എണ്ണ കൊണ്ട് നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. ഹെയർ ഫോൾ മാറിക്കിട്ടും, കുഞ്ഞു കുഞ്ഞു മുടികൾ വളരും, താരൻ മാറും, മുടി കട്ടിയോടെ തഴച്ച് വളരുന്നു, മുടിക്ക് നീളം വെക്കുന്നു, പിന്നെന്താ അകാല നിര തടയുന്നു. ഇതിനെല്ലാം എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടുണ്ട്. തലയ്ക്ക് തണുപ്പ് കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് നേരം കൂടി കിടക്കേണ്ട താമസമേ ഉള്ളൂ. ഒരു ശകലം കൂടി ഇങ്ങനെ കിടന്ന് ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് വരണം. ഓയിൽ റെഡി ആയിട്ടുണ്ട്. മൂപ്പ് കണ്ടോ, ഇങ്ങനെ വേണം ഇരിക്കാൻ. ഈ ഒരളവിൽ മൂത്ത് വന്നിരിക്കണം. ഇത് ഒത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ഇതാണ് പെർഫെക്റ്റ് അതിൻ്റെ മൂപ്പ്. കണ്ടോ, ഈ ഒരു രീതിയിലിരിക്കണം. പിന്നെ എണ്ണയുടെ കളറൊക്കെ അത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത് നമ്മൾ തണുത്തതിന് ശേഷം അരിച്ച് കുപ്പിയിലോട്ട് മാറ്റാം കേട്ടോ. ഇതുപോലെ തന്നെ തണുത്തതിന് ശേഷം അരിച്ചെടുക്കണം. ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇതിന് ചണ്ടി എന്ന് പറയും. ഇത് ഞങ്ങൾ വെറുതെ കളയാറില്ല. ഓയിൽ ഇതിൽ നന്നായിട്ടുണ്ട്. ഇതാണ് ആദ്യം സ്കാൽപ്പിൽ തേച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഷാമ്പുവോ താളിയോ യൂസ് ചെയ്ത് കഴുകി കളയുന്നത്. അപ്പോൾ ഇതിന് ഗുണമുള്ള സാധനം കളയൊന്നും ചെയ്യേണ്ട. ഫൈനലി നമ്മുടെ ഓയിൽ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓയിലിൻ്റെ കളറ്. ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ.